ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ഞങ്ങളിതൊരു റീജിയണൽ വാറാക്കും, പ്രാദേശിക യുദ്ധമാക്കി മാറ്റും. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കക്ക് ഇറാൻ്റെ ഒരു കപ്പലിൽ മുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സ്ട്രെങ്താണ് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. നെതന്യാഹു ട്രംപിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യനെ അവർ ചിത്രത്തിൽ കാണുന്നില്ല. വെസ്റ്റ് ഏഷ്യൻ ഫ്രണ്ട് നമ്മൾ ഇന്ത്യ തീർത്തും അപ്രത്യക്ഷമായിരുന്നു. കാരണം ഇറാൻ ആക്രമണം തുടങ്ങിയിട്ട് നടത്തിയ പ്രസ്താവന നമ്മൾ കണ്ടതാണ്. സം ഇവൻസ് ഇൻ ഇറാൻ എന്നാണ്. എന്താ ഇവൻസ്? അമേരിക്കക്കകത്ത് ഒരു പ്രതിഷേധം ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഒരു ആരാധകനായിട്ട് ട്രംപ് മാറാണ്. JD വാൻസ് എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി യുദ്ധത്തിനെതിരാണെന്ന് പറയുന്നു. മാർക്കോ റൂബിയോ ഇതിനനുകൂലമാണ്. അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അമേരിക്കക്ക് പിൻവാങ്ങേണ്ടി വരിക. ഇന്ത്യൻ്റെ എണ്ണ 15% അതിലെ കൂടിയാണ് വരുന്നത്. വാതകം ഏകദേശം 40% ഇതിലെ കൂടിയാണ് വരുന്നത്. കാരണം വാതകമാണ് ആദ്യം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും കാരണം വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാവും, ചരക്ക് ഗതാഗതം നിലക്കും, വാഹന ഗതാഗതം നിലക്കും. യുദ്ധത്തിലൂടെ സമാധാനം എന്നത് കറുത്ത ഫലിതം മാത്രമാണ്. മരണങ്ങളും വിലാപങ്ങളും നാശനഷ്ടങ്ങളും മാത്രമാണ് യുദ്ധം മനുഷ്യരാശിക്ക് സമ്മാനിക്കുന്നത്. കൂടുതൽ പ്രതികാരങ്ങൾക്ക് വഴിയൊരുക്കാനും യുദ്ധങ്ങൾ വഴിയൊരുക്കും. ഇപ്പോൾ ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലുണ്ടായ യുദ്ധ സാഹചര്യം ഇതേ ചിത്രം തന്നെയാണ് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. എല്ലാവരെയും ആശങ്കയിലാഴ്ത്തിയ ഈ സംഭവത്തെക്കുറിച്ച് ദേശാഭിമാനിയോട് ചർച്ച ചെയ്യാൻ മുതിർന്ന മാധ്യമപ്രവർത്തകനും ദേശാഭിമാനിയുടെ മുൻ റെസിഡന്റ് എഡിറ്ററും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന VV പരമേശ്വരൻ നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ കപ്പലിന് നേരെ അമേരിക്ക അന്തർവാഹിനി നടത്തിയ ആക്രമണത്തോടെ പശ്ചിമേഷ്യൻ സംഭവം കൂടുതൽ ഒരു വലിയ ആശങ്കയിൽ എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും? യുദ്ധം തുടങ്ങി 5 ദിവസമായി. 5 ദിവസമായപ്പോഴുള്ള മൊത്തമുള്ളൊരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറാനെ മേൽക്കൈ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇറാൻ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന ഒരു നറേറ്റീവാണ് ആഗോള മാധ്യമങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് പറഞ്ഞതുപോലെ 4 ദിവസം കൊണ്ട് ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് 4 ദിവസം കൊണ്ട് തീരുന്നതല്ല. കാരണം ഇറാൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇറാൻ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ ബേസസ് ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തു. അതിനുശേഷം അവർ അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങളിലേക്ക് കയറാൻ തുടങ്ങി. മൈക്രോസോഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ ആമസോണിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക്, സിറ്റി ബാങ്ക്, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ സ്ഥാപനങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ബോംബിങ് കൊടുക്കുക. അതാണ് ദുബായിൽ പ്രധാനമായിട്ടും ദുബായിയെ പ്രകോപിപ്പിച്ചത്. അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ, അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങൾ ലക്ഷ്യം വെക്കാൻ തുടങ്ങി. പിന്നീട് 3ാമത് ഘട്ടമായപ്പോൾ അവർ അമേരിക്കൻ ആസ്ഥാനങ്ങൾ, എംബസികൾ ലക്ഷ്യം വെക്കാൻ തുടങ്ങി. അതായത് കുവൈത്തിൽ നടന്നു, സൗദിയിൽ നടന്നു, അല്ലേ? അങ്ങനെ 2-3 രാജ്യങ്ങളിൽ അവർ എംബസികൾ ആക്രമിച്ചു. അതിനുശേഷം അവർ അമേരിക്കൻ എണ്ണ താല്പര്യങ്ങൾ, അമേരിക്കയുമായി ബന്ധപ്പെട്ട എണ്ണ കമ്പനികൾ, ആ കമ്പനികളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങി. അതായത് നമ്മൾ ഒരു പാറ്റേൺ ഉണ്ട്, ഇറാൻ്റെ ആക്രമണത്തിനൊരു പാറ്റേൺ ഉണ്ട്. അവർ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ഞങ്ങളിതൊരു റീജിയണൽ വാറാക്കും, പ്രാദേശിക യുദ്ധമാക്കി മാറ്റും എന്ന് അവർ പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇറാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. കാരണം അമേരിക്കക്ക് ഒരു ക്ഷതം വരുന്നുണ്ടോ എന്ന ഒരു സംശയം പല അനലിസ്റ്റുകളും ലോകത്തെമ്പാടുമുള്ള പെപ്പെ എസ്കോബർ അതുപോലെ തന്നെ ഒരുപാട് പേര് ആ രീതിയിലുള്ള ഒരു അനാലിസിസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ആ നറേറ്റീവിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ സമുദ്രതീരത്ത് വെച്ചിട്ട് ഒരു ഇറാൻ്റെ യുദ്ധക്കപ്പൽ അവർ തകർത്തു. അത് പീറ്റർ ഹെഗ്സെത്ത് എന്ന് പറയുന്ന ഇപ്പം അവരുടെ സെക്രട്ടറി ഓൺ വാറാണ്, ഇപ്പോൾ ഡിഫൻസ് അല്ല, സെക്രട്ടറി ഓൺ വാർ പീറ്റർ ഹെഗ്സെത്ത് പറഞ്ഞത് ഇത് 2ാം ലോകയുദ്ധത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കപ്പലിനെ മുക്കുന്നത്. അന്നേരം 2ാം ലോകയുദ്ധത്തിന് ശേഷം അമേരിക്കക്ക് ഇറാൻ്റെ ഒരു കപ്പലിൽ മുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സ്ട്രെങ്താണ് അതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഇവരാദ്യം അന്ന് പറഞ്ഞത് ഇതാ ഖമനിയെ വധിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ ഭരണമാറ്റം ഏറ്റെടുത്തോളൂ. പേരെടുത്തോളെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇറാനെ അവർക്ക് അംഗീകരിക്കേണ്ടി വരികയാണ് ശരിക്കും. സൈനികമായിട്ട് ഒരു എനിമിയാണ്
എന്ന് അംഗീകരിക്കേണ്ടി വരും. കാരണം മിനിറ്റ് വെച്ചിട്ട് ഞങ്ങൾ തകർക്കും എന്നൊക്കെ പറഞ്ഞ ഒരു രാജ്യത്തെ തകർക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ആ പ്രസ്താവനയിൽ ഉൾച്ചേർന്നിട്ടുള്ളത്. ഇതിൽ ഇന്ത്യയുടെ സൈലൻസും വളരെ ഭീകരമാണ്. കാരണം ഇന്ത്യ ക്ഷണിച്ചിട്ടാണ് അവർ വന്നത്. ജോയിൻ്റ് നാവൽ എക്സൈസിന് വന്നതാണെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അവർ മടങ്ങിപ്പോവാണ്. മടങ്ങിപ്പോകുമ്പോൾ ഇന്ത്യൻ തീരത്ത് വെച്ച് ആക്രമിച്ചിട്ട് ഇന്ത്യ ഇന്ന് വരെ ഒരു ശബ്ദവും ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. കാരണം ഇറാൻ ആക്രമണം തുടങ്ങിയിട്ട് നടത്തിയ പ്രസ്താവന നമുക്ക് കണ്ടതാണ്. സം ഇവൻസ് ഇൻ ഇറാൻ എന്നാണ്. എന്താ ഇവൻസ് എന്ന് പറഞ്ഞാൽ ഇറാൻ ആക്രമിക്കുകയായിരുന്നു ഇസ്രയേലും അമേരിക്കയും. അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം, അല്ലെ അത് പറയാനുള്ള ഒരു ആർജവം, ഒരു ഡിപ്ലോമസി ഇന്ത്യ കാട്ടിയില്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സംഭവത്തെ നമ്മൾ കാണേണ്ടത്. കാരണം ഇന്ത്യൻ തീരത്ത് വെച്ചിട്ട് ഇന്ത്യയുടെ തീരത്തേക്ക് യുദ്ധത്തിൻ്റെ അഗ്നി വരികയാണ്. നേരം അതിനെ തടയേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കാരണം ഇന്ത്യയിലേക്ക് അത് സ്പ്രെഡ് ചെയ്താൽ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ജീവിതം തന്നെ വളരെയധികം ദുസ്സഹമായി തീരും, അല്ലെങ്കിൽ തന്നെ ദുസ്സഹമാവും. പക്ഷേ ഈ ഇന്ത്യൻ തീരത്തേക്ക് കൂടി യുദ്ധം വ്യാപിച്ചാൽ കൂടുതൽ രൂക്ഷമാകും. സ്വാഭാവികമായിട്ടും ഇന്ത്യ വളരെ കോഷ്യസ് ആയിട്ട് അത് പെരുമാറേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇത് ഞങ്ങളുടെ തീരത്ത് വെച്ച് ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം ഇന്ത്യ കാട്ടേണ്ടതായിരുന്നു. പക്ഷേ കാട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നത് ഇറാൻ അമേരിക്കയെ വെല്ലുന്ന ഒരു ശത്രുവായി. ആ ഒരു സ്റ്റാറ്റസ് ചെറിയ സ്റ്റാറ്റസ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. ആ അമേരിക്കക്ക് മുമ്പിൽ അതിൻ്റെ ഒരു 40 മടങ്ങ് കുറവ് സൈനിക ശേഷി മാത്രമുള്ള ഇറാൻ ഈ രീതിയിൽ വരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അമേരിക്കക്ക് വലിയ ഭീഷണി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിൽ വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയും അമേരിക്കൻ ഒരു ഓപ്പറേഷനിലൂടെ തട്ടിക്കൊണ്ടുപോയി. അന്ന് ഈ പറഞ്ഞതുപോലെ അത് ചോദ്യം ചെയ്യാൻ ലോക രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവിനെ അമേരിക്ക വധിച്ചത്. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ പറഞ്ഞതുപോലെ അമേരിക്ക അന്ന് അവർക്ക് കാര്യമായി ഒരു തിരിച്ചടി ഉണ്ടായില്ല അമേരിക്കയ്ക്ക്. ഇപ്പോൾ സ്പെയിൻ അടക്കം അമേരിക്കക്കെതിരെ ബ്രിട്ടനെ പോലും അമേരിക്കയ്ക്ക് ഒന്ന് വരട്ടേണ്ടി വന്നു. ബ്രിട്ടൻ പോലും അമേരിക്കയുടെ കൂടെ നിൽക്കാൻ തയ്യാറായില്ല. സ്പെയിൻ പരസ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്നതുപോലെ അമേരിക്കയുടെ തന്ത്രത്തിന് ഇറാനെ ഒരു ദിവസം കൊണ്ട് ഇറാനെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് കരുതി അമേരിക്കയ്ക്ക് തിരിച്ചടി ഏറ്റുന്നത് മാത്രമല്ല, ഈ പറഞ്ഞ യുദ്ധം വ്യാപിപ്പിക്കുന്നത് അമേരിക്കൻ സൈനിക വ്യവസായ ശൃംഖലയ്ക്ക് ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയുമെങ്കിലും അമേരിക്ക എന്ന രാഷ്ട്രത്തിന് ഇപ്പോൾ തന്നെ അമേരിക്കൻ സൈനികരുടെ മരണസംഖ്യ ഉയരുകയാണ്. അമേരിക്കയിൽ ഉടനീളം വലിയ ജനരോഷം യുദ്ധത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അമേരിക്കയുടെ ഒരു രാഷ്ട്രീയമായും സൈനികമായും എല്ലാം ഒരു യുദ്ധം ഒരു ദിവസവും നീളും തോറും അമേരിക്കയ്ക്ക് തിരിച്ചടിയാവുന്നുള്ള അവസ്ഥ തന്നെയല്ലേ ഇപ്പോൾ കാര്യങ്ങൾ. അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ലോകത്തെമ്പാടും അവർക്കെതിരെ ജനരോഷം ഉയരണം. ആ ഘട്ടത്തിൽ മാത്രമാണ് അമേരിക്ക അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും അമേരിക്കക്കകത്ത് അമേരിക്കൻ ജനതയിൽ വലിയ പ്രകടനം ഉണ്ടാവണം. ഇപ്പം ആദ്യ ഘട്ടത്തിൽ ഡെമോക്രസി നൗ അങ്ങനെ ഏതോ ഏജൻസി ഞാൻ മറന്നുപോയി. ആ ഏജൻസി ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു സർവേ ഉണ്ട്. ആ സർവേയിൽ പറയുന്നത് 64% പേര് യുദ്ധത്തിനെതിരാണ്. മറ്റ് ചില ഏജൻസികളിൽ വന്നത് 70% പേര് അമേരിക്കൻ ജനത ഇതിനെതിരാണ്. അതേ സർവേയിൽ തന്നെ വന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ 58% മാഗ അനുയായികൾ, അതായത് ട്രംപിൻ്റെ അനുയായികൾ, ട്രംപിൻ്റെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന വോട്ടർമാർ, അയാൾക്ക് വോട്ട് ചെയ്തവരിൽ 58% പേര് ഇതിനെതിരാണ്, യുദ്ധത്തിന് എതിരാണെന്ന്. അതായത് അമേരിക്കക്കകത്ത് ഒരു പ്രതിഷേധം ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഈ മാഗ അലയൻസിൽ തന്നെ പ്രശ്നമുണ്ട്. കാരണം മാഗ അലയൻസിൽ 2 വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, യുദ്ധം ഞങ്ങൾ സമാധാനത്തിൻ്റെ ദൂതന്മാരാണ്. മുൻ പ്രസിഡന്റുമാർ അനാവശ്യമായിട്ട് അമേരിക്കയെ മറ്റ് യുദ്ധങ്ങളിലേക്ക് വലിച്ചഴച്ചിട്ടാണ് അമേരിക്കൻ എക്കോണമിയെ വീണ്ടും ഗ്രേറ്റ് അഗെയിൻ ആക്കണമെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത്. കാരണം ഗ്രേറ്റ് അല്ല ഇപ്പോൾ. അത് വീണ്ടും ഗ്രേറ്റ് ആക്കണമെങ്കിൽ ഈ യുദ്ധങ്ങളിൽ നിന്ന് പിന്മാറണം എന്ന ഒരു മുദ്രാവാക്യമാണ് ട്രംപ് ആദ്യഘട്ടത്തിലും പിന്നീടുള്ള ഘട്ടത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അതിന് തീർത്തും ഘടകവിരുദ്ധമായിട്ട് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ഓരോ രാഷ്ട്രത്തിലും ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. അവരാണ് ബ്യൂറോക്രസിയും മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ്പ് സ്റ്റേറ്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഫലവത്തമാണ്. കാരണം ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം യുദ്ധത്തിൻ്റെ ഒരു ആരാധകനായിട്ട്
ട്രംപ് മാറാണ്. ഇപ്പോൾ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം 4 രാഷ്ട്രങ്ങൾക്കെതിരെ ബോംബിട്ടു അല്ലേ, വെനിസ്വലയ്ക്കെതിരെ ഇട്ടു, ഗാസയിൽ തുടരുന്നുണ്ടായിരുന്നു, നൈജീരിയയിൽ ബോംബിട്ടു, ഇറാനെതിരെ 2 ആക്രമണമായി അല്ലേ, കഴിഞ്ഞ വർഷം നടത്തി, ഈ വർഷം നടത്തി. അതായത് സ്വാഭാവികമായിട്ടും ആ ക്യാമ്പിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ JD വാൻസ് എന്ന് പറയുന്ന ഉപരാഷ്ട്രപതി യുദ്ധത്തിനെതിരാണെന്ന് പറയുന്നു, മാർക്കോ റൂബിയോ ഇതിനനുകൂലമാണ്. അന്നേരം 2 വിഭാഗമുണ്ട് അതിൽ. ആ 2 വിഭാഗത്തിന് ഇപ്പോൾ മെജോറിറ്റി ട്രെയിലർ എന്ന് പറയുന്ന പഴയ സെനറ്റർ ട്രംപിൻ്റെ വലിയ ആരാധകയാണ്. ആ ആരാധിക ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മാഗ മുദ്രാവാക്യങ്ങൾക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെ അനുകൂലിക്കാൻ കഴിയും എന്ന രീതിയിൽ അവർ ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എക്സിലും ഫേസ്ബുക്കിലൊക്കെ അവർ കുറിപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്കക്കകത്ത് തന്നെ, ഈവൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് തന്നെയുള്ള മാഗ അലയൻസിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അമേരിക്കക്ക് പിൻവാങ്ങേണ്ടി വരിക. ഈ വേറൊരു ഇത് വരുന്നത് ഇപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ പങ്ക് ആണ്. അപ്പം യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണമാണ്. പക്ഷേ അമേരിക്കയുടെ വക്താവിൻ്റെ പ്രതികരണമായിട്ട് വന്നത്, ഞങ്ങൾ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ആദ്യം ആക്രമിക്കും റൂബിയോ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ സംവിധാനം നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ അമേരിക്കയിൽ തന്നെ ഇത്രത്തോളം എതിർപ്പ് നേരിട്ടിട്ട് ഈ സാഹസത്തിന് ട്രംപ് ഇറങ്ങിയതിന് പിന്നിൽ ഇസ്രായേലിൻ്റെ സമ്മർദ്ദം എത്രത്തോളം കാണും? അല്ല, എന്നും പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഇടപെടുന്നത്, ഇറാഖ് ആയാലും ഇപ്പോൾ ഇറാൻ ആയാലും പിന്നെ അതിലൊക്കെ ഇടപെടുന്നതിൽ ജൂത ലോബി വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. കാരണം മിലിറ്ററി ഇൻഡസ്ട്രി കോംപ്ലക്സുമായിട്ട്, പൊളിറ്റീഷ്യൻസുമായിട്ട്, പിന്നെ ഫൈനാൻസ് സംവിധാനവുമായിട്ട് ഒക്കെ വളരെ ബന്ധമുള്ള, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ബന്ധമുള്ള ഒരു ലോബിയാണ് ജൂയിഷ് ലോബി. ആ ജൂത ലോബിയാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണത്തിന് അമേരിക്കക്കകത്ത് പ്രവർത്തിക്കുന്നത്. അവരെ ഉപയോഗിച്ചിട്ടാണ് ഇസ്രയേലും അവരുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ഇതിൽ 2 പ്രധാനപ്പെട്ട ഘടകം. എന്തുകൊണ്ട് പിന്നെ നെതന്യാഹു ഈ ഘട്ടത്തിൽ ഒരു യുദ്ധത്തിന് ശ്രമിക്കുന്നു? കാരണം യുദ്ധമില്ലാതെ ഒരു നിമിഷം ആ മനുഷ്യന് രാഷ്ട്രീയത്തിൽ തുടരാൻ വേണ്ടി കഴിയാത്തൊരു അവസ്ഥ ആഭ്യന്തരമായിട്ടുണ്ട്. കാരണം ഒരുപാട് അഴിമതി കേസിൽ അയാൾ പ്രതിയാണ്. പിന്നെ ഒക്ടോബർ 7, 2023 എന്തുകൊണ്ട് ഹമാസ് ആക്രമിച്ചു, സുരക്ഷാ വീഴ്ചയല്ലേ, അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അയാൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പിന്നെ ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് വരുവാണ്. കാരണം ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് വരുമ്പം ഞങ്ങൾ ജയിച്ച ഒരു പക്ഷമാണ്, ഞങ്ങൾ പലസ്തീൻ ജനതയെ ഇല്ലാതാക്കി, ഇപ്പോൾ ഇറാനെയും ഇല്ലാതാക്കി എന്ന ഒരു നെറേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതേ പ്രശ്നം ട്രംപിനുണ്ട്. കാരണം നവംബറിൽ കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുപ്പ് വരുവാണ്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സെനറ്റിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അല്ലേ, ഹൗസിലേക്ക് തിരഞ്ഞെടുപ്പ് വരുവാണ്. കാരണം ആ തിരഞ്ഞെടുപ്പിൽ തൻ്റെ കക്ഷിയെ വിജയിപ്പിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. കാരണം നിലവിൽ ട്രംപിൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ 20%. ആ 20%ത്തിലേക്ക് ട്രംപിൻ്റെ പോപ്പുലാരിറ്റി താഴ്ന്നിട്ടുണ്ട് എന്നാണ് പല സർവേകളും പറയുന്നത്. കാരണം അത് വളർത്തിയെടുത്തില്ലെങ്കിൽ, വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചിലപ്പോൾ തോറ്റുപോയാൽ അത് വലിയ അപമാനമായിരിക്കും ട്രംപിന്. അന്നേരം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ഈ യുദ്ധത്തിലേക്ക് പോകുന്നത്. മാർക്കോ റൂബിയോ ആണ് പറഞ്ഞത്, ഞങ്ങളെന്താണ് ഞങ്ങൾ ആക്രമിച്ചിട്ടില്ലെങ്കിൽ ഇസ്രയേൽ ആക്രമിക്കും, സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇറാൻ ആക്രമിക്കും. അന്നേരം അത് തടയാൻ വേണ്ടി പ്രിയംറ്റീവായിട്ടുള്ള ഒരു സ്ട്രൈക്കാണ് ഞങ്ങൾ നടത്തിയത്. അന്നേരം ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഈ നെതന്യാഹു ട്രംപിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇയാൾ പുകഴത്തിൽ വീഴുന്ന ആളാണ്. അന്നേരം സ്വാഭാവികമായിട്ടും ഇത് 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന യുദ്ധമാണ്, ഞങ്ങൾക്ക് ഇറാനെ തരിപ്പണമാക്കാം എന്നൊക്കെ ചിലപ്പോൾ അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത് ചാടിയതാവാം എന്നാണ് മാർക്കോ റൂബിയോൻ്റെ ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. അത് ഡാമേജ് ചെയ്തു, മാർക്കോ റൂബിയോൻ്റെ പ്രസ്താവന ഡാമേജ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, ഇസ്രയേൽ അങ്ങനെ വലിച്ചഴച്ചതൊന്നുമില്ല, ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതാണ് യുദ്ധം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശകലനം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ യുദ്ധം സൃഷ്ടിക്കുന്ന മനുഷ്യരുടെ മാനുഷികമായ മരണങ്ങൾക്കും മറ്റും പുറമെ ഇപ്പോൾ നമ്മുടെ ഹോർമുസ് കടലിടുക്ക് അവിടെ ഇറാൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അവർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഊർജ്ജ മേഖലയിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 25 ദിവസത്തേക്കുള്ള കരുതൽ യഥാർത്ഥത്തിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 75 ദിവസത്തെ വേണമെന്നാണ് പറയുന്നത്. ഈ ഇന്ത്യൻ പെട്രോളിയം മന്ത്രിയൊക്കെ പറയുന്നത് ഇപ്പോൾ 25 ദിവസത്തെ ഉള്ളതെന്നാണ്. അപ്പോൾ ഇത് ലോകത്തെ ഈ പറഞ്ഞ ഊർജ്ജ ചരക്ക് നീക്കത്തിൻ്റെ
20% ഹോർമസ് കടലെടുക്കുക വഴിയാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി നമ്മളെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന ആകുലത. ഇത് ഇന്ത്യയെ വളരെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്നൊരു പ്രതിസന്ധിയാണ്. കാരണം ആഗോള സാഹചര്യത്തിൽ നമ്മളുടെ ഊർജ്ജ സുരക്ഷയല്ല നമ്മൾ ഈ ഗവൺമെൻറ് പരിഗണിക്കുന്നത്. അമേരിക്കയുടെ നയങ്ങൾ പിന്തുണക്കുക എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. കാരണം ഒരു ഉദാഹരണത്തിന് നമ്മളൊരു 80% എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. എണ്ണയായാലും വാതകമായാലും അതിൽ 38% നമ്മൾ വാങ്ങിയിരുന്നത് റഷ്യയിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ കണ്ടത് അത് 20% താഴുന്നതാണ്. 20% താഴ്ന്നു. ഒരു 18% ഈ അടുത്ത കാലത്ത് അമേരിക്കയുടെ ഈ ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് ട്രംപ് നടത്തിയ ഭീഷണിയുടെ ഫലമായിട്ട് മോഡി ഗവൺമെൻറ് കീഴടങ്ങിയിട്ടുണ്ട്. 18% കുറച്ചു. അതിൻ്റെ എവിടുന്ന് നമ്മൾ കൂടുതൽ വാങ്ങുന്നത്? ഗൾഫിൽ നിന്ന്. ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് സൗദിയിൽ നിന്നാണ്. 17%, 17.9% മൊത്തം ഇറക്കുമതിയുടെ 17.9% സൗദിയിൽ നിന്നാണ്. രണ്ടാമത് വാങ്ങുന്നത് ഇറാഖാണ്, പിന്നെ UAE ആണ്, പിന്നെ കുവൈത്താണ്. 4 ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നതിൻ്റെ മൊത്തം 50% ഈ 4 രാഷ്ട്രങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. കാരണം ആ രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ പ്രശ്നം. ഈ ഹോർമസ് കടലടച്ചത് മാത്രമല്ല പ്രശ്നം, അതാ ഞാൻ പറയുന്നത്. ഹോർമസ് കടലടച്ചത് വേറൊരു പ്രശ്നം. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് എണ്ണ വരും? കുവൈത്ത് ഗ്യാസിന്റെ ഒക്കെ അടച്ചു അല്ല, കുവൈത്തല്ല, ദോഹ, ഖത്തർ അവരുടെ ഗ്യാസ് ഫീൽഡ് അടച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ രീതിയിൽ ആ മേഖലയിൽ നിന്ന് 50%-ലധികം നമ്മൾ വാങ്ങുകയാണ്. റഷ്യയിൽ നിന്ന് നേരത്തെ വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന നിഗമനം നമുക്ക് വേണ്ട. പക്ഷേ അതിലും പ്രശ്നമുണ്ട്. കാരണം റഷ്യയിൽ നിന്ന് വരുന്ന കപ്പലും അധികവും ഹോർമസിൽ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് അത് മാത്രം കൊണ്ട് രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഹോർമസ് അടച്ചത് സാജൻ പറഞ്ഞ പോലെ 20%, അത് ലോകത്തിൻ്റെ മൊത്തം 20%. പക്ഷേ ഇന്ത്യൻ്റെ നോക്കിയാൽ ഇന്ത്യൻ്റെ എണ്ണ 15% അതിലെ കൂടിയാണ് വരുന്നത്. വാതകം ഏകദേശം 40% ഇതിൽ കൂടിയാണ് വരുന്നത്. കാരണം വാതകമാണ് ആദ്യം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും വിഷമം ഉണ്ടാകാൻ പോകുന്നത് അതിലാണ്. ഇന്ന് തന്നെ ഞാൻ ബിസിനസ് പത്രങ്ങളിൽ വായിച്ചത് 200ഓളം കപ്പൽ പേഴ്ഷ്യൻ ഗൾഫിൽ കുടുങ്ങി കിടക്കുകയാണ്. അതിൽ 10-40 കപ്പൽ നമ്മൾ ഇന്ത്യയിലേക്ക് വരേണ്ടതാണ്. അന്നേരം സ്വാഭാവികമായിട്ടും ഇന്ത്യൻ്റെ ഒരു പാട് ഷിപ്മെൻറ്റ് അവിടെ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അന്നേരം 25 ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരും. ഇപ്പം തന്നെ 5 ദിവസം കഴിഞ്ഞു അല്ലേ? നമ്മൾ 6ാമത്തെ ദിവസമാണ് ചർച്ച ചെയ്യുന്നത്. അന്നേരം 5 ദിവസം കഴിഞ്ഞു. ഇനി 20 ദിവസമേ ഉള്ളൂ. ആ 20 ദിവസം കൊണ്ട് റീഫിൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എവിടുന്നാണ് കൊണ്ടുവരിക? നിങ്ങൾ വേണമെങ്കിൽ വെനിസ്വേലയെ ആശ്രയിക്കേണ്ടി വരും വീണ്ടും. അല്ലെങ്കിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ, നൈജീരിയ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കൂടുതൽ മറ്റേ ഇങ്ങനെ വരേണ്ടി വരും, ചുറ്റിക്കറങ്ങി വരേണ്ടി വരും. അന്നേരം ഇതിൽ കൂടി വരുന്നത് 15 ദിവസം കൊണ്ട് എത്തുമെങ്കിൽ അത് 40 ദിവസം എടുക്കും. കാരണം ഈ 25 ദിവസം കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാവും, ചരക്ക് ഗതാഗതം നിലക്കും, വാഹന ഗതാഗതം നിലക്കും. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി ഇന്ത്യയിലും ഉണ്ടാവും. ഇന്ത്യ പോലുള്ള രാഷ്ട്രം ചെയ്യേണ്ടത് സമാധാനത്തിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഇത് ഒത്തുതീർപ്പെടുത്തിക്കാൻ വേണ്ടി, നിങ്ങൾ വലിയ അമേരിക്കൻ ഫ്രണ്ടാണെന്നല്ലോ അവകാശപ്പെടുന്നത്, എന്നാൽ അമേരിക്കയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ട് ഇത് തീർക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ പക്ഷേ ഇന്ത്യയല്ല ആശ്രയിക്കുന്നത്, പുട്ടിനെ ആശ്രയിക്കുന്നത്. പുട്ടിൻ വഴിയാണ് അവർ നെഗോഷിയേഷന് വേണ്ടി, അമേരിക്കയുമായിട്ട് നെഗോഷിയേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യനെ അവർ ചിത്രത്തിൽ കാണുന്നില്ല. വെസ്റ്റ് ഏഷ്യൻ ഫ്രണ്ട് നമ്മൾ ഇന്ത്യ തീർത്തും അപ്രത്യക്ഷമായത്. കാരണം യുദ്ധത്തിന് 2 ദിവസം മുമ്പാണ് മോഡി ഇസ്രായേലിൽ പോയിട്ട് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചത്. അത് യുദ്ധം ഞങ്ങൾ അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ അതൊന്നും വിശ്വസിക്കാനുള്ളൊരു മൗഢ്യം ലോകരാഷ്ട്രങ്ങൾക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യ ശരിക്കും വെസ്റ്റ് ഏഷ്യൻ ഫ്രണ്ടിൽ നിന്ന് നിഷ്കാസിതമായിരിക്കുകയാണ്. നമുക്ക് ഡിപ്ലോമസിയിൽ ഒരു റോളും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റഷ്യയെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ് മോഡി വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇറാനിൽ ആക്രമണം ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് സംയുക്ത നാവിക അഭ്യാസം കഴിഞ്ഞു. ഇന്ന് പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലൊക്കെ. അവിടെ ഇറങ്ങി അവർ ഇന്ത്യയിൽ ഷോപ്പിംഗ് നടത്തുകയും സെൽഫി എടുക്കുകയും എന്ന് മാത്രമല്ല, അമേരിക്കയുടെയും ഇറാൻ്റെയും ഓഫീസർമാർ അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു, ഒരേ ഹോട്ടലിൽ തങ്ങുകയും ചെയ്തു. അപ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഈ കപ്പലിൽ ആക്രമണം ഉണ്ടായതും ഇന്ത്യയുടെ വിശ്വാസ്യതയ്ക്ക് ഒരു മങ്ങലേൽപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഒരു സംശയമില്ല അത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ വിശ്വാസത്തെ തീർത്തും മങ്ങലേൽപ്പിക്കുന്ന സംഭവം. ഇന്ത്യ ശരിക്കും ഇടപെടേണ്ട ഒരു കേസായിരുന്നു. പക്ഷേ അത് ഇന്ത്യ ഒരു പ്രതികരണം ഇതുവരെ ഇപ്പോൾ ഈ നിമിഷം വരെ നടത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ ചർച്ചകളുടെ നമുക്ക് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. എന്നാൽ പോലും നമ്മളിപ്പോൾ ചർച്ച ഉപസംഹരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്,
ഈ ഇന്ത്യ ശ്രമിക്കേണ്ടത് ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെയൊക്കെ പ്രസക്തി ട്രംപ് ഇപ്പം പീസ് ഓഫ് ബോർഡ് എന്ന് പറഞ്ഞ സ്വന്തം ഒരു പോക്കറ്റ് സംഘടന ഉണ്ടാക്കിയാണ് ട്രംപ് നീങ്ങുന്നത്. അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയെ വീണ്ടും സജീവമാക്കാനും നമ്മുടെ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ചാവകാശമുള്ള ഇന്ത്യ അതിലും മുന്നോട്ട് പോയി ലോക സമാധാനത്തിന് വേണ്ടി ശക്തമായി ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ള ഇന്ത്യ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഉറപ്പായിട്ടും ഇന്ത്യ ഇപ്പം ചൈനയുടെ പ്രസ്ഥാനങ്ങളൊക്കെ ചൈന മിലിറ്ററി ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ഡയലോഗാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് ചൈന പറയുന്നു. അതുപോലെ തന്നെ ആരാണോ ആക്രമിച്ചത് അവർ പിന്മാറണം എന്നും കൂടി പറയാണ് ചൈന. കാരണം ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ ചൈനയെക്കാളും ഈ രാഷ്ട്രങ്ങളുമായിട്ട് വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ തന്നെ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം വെസ്റ്റ് ഏഷ്യയുമായിട്ട് നല്ല ബന്ധം, അമേരിക്കയുമായിട്ട് നല്ല ബന്ധം, അന്നേരം മീഡിയേറ്റർ റോളിലേക്ക് എളുപ്പം വരാവുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. എന്നാൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പോലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ശരിക്ക് അമേരിക്കയുടെ ഒരു ക്യാപിറ്റലേറ്റ്, അമേരിക്കയ്ക്ക് കീഴടങ്ങി ഒരു സാമന്ത രാഷ്ട്രം എന്നുള്ള രീതിയിലാണ് ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അത് ഇന്ത്യക്ക് ഒരിക്കലും ഇന്ത്യ പോലുള്ള രാജ്യത്തിന്, കാരണം പലസ്തീൻ ഇഷ്യൂയിലും അതുപോലെ തന്നെയുള്ള മറ്റ് ഇറാഖ് യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഇന്ത്യ എടുത്തൊരു വലിയ റോളുണ്ട്. ഇപ്പം KP ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഇറാഖ് യുദ്ധത്തിൽ ഇന്ത്യക്കാരെ എത്ര സാഹസികമായിട്ടാണ് അദ്ദേഹം തിരിച്ചുകൊണ്ട്, കാരണം അത് ഇറാഖുമായിട്ടുള്ള നമ്മളൊരു അടുത്ത ബന്ധം കൊണ്ടല്ലോ, ഇറാഖുമായിട്ടും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടും ഒക്കെയുള്ള നല്ല ബന്ധം കൊണ്ടാണ് നമുക്കത് സാധിച്ചത് എന്ന് പറയാൻ വേണ്ടി കഴിയും. ആ ബന്ധമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും വെസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ 90 ലക്ഷം ഇന്ത്യക്കാരാണ് വെസ്റ്റ് ഏഷ്യയിലുള്ളത്. ഈ GCC കൺട്രീസിൽ മാത്രം 90 ലക്ഷം, ഏകദേശം 1 കോടിയോളം ജനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 30 ലക്ഷം മലയാളികളാണ്. 30 ലക്ഷം മലയാളി UAE മാത്രം ഇതിൻ്റെ 1/3 UAE അതിൽ മലയാളികളുടെ 1/3 UAE. കാരണം അങ്ങനെയുള്ള ബന്ധമുള്ള രാഷ്ട്രമാണ്. അവിടെ ഒരു ഇല അടങ്ങിയാൽ ഇവിടുത്തെ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവും. കാരണം അത്രമാത്രം ബന്ധമുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ആ രാഷ്ട്രങ്ങളുമായിട്ട് ഒട്ടി നിൽക്കാതെ നമ്മൾ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഈ വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങൾക്കെതിരെ കുതിര കയറുന്ന, എപ്പോൾ വേണമെങ്കിലും മിസൈൽ അയക്കുകയും ആക്രമണം നടത്തുകയും അവരെ ബത്സിക്കുകയും അവരെ തകർക്കാൻ വേണ്ടി എന്നുമെന്നും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്രയേലുമായിട്ട് കൈകൊടുക്കുക, ആ ഇസ്രയേലിൻ്റെ യുദ്ധ കുറ്റവാളിയെന്ന് ഇൻ്റർനാഷണൽ കോർട്ട് പറഞ്ഞ നെതന്യാഹുവുമായിട്ട് കെട്ടിപ്പിടിക്കുക, ഈ രീതിയിലുള്ള ഒരു മെസ്സേജാണ് മോഡി നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യൻ ഡിപ്ലോമസിക്ക് വളരെ വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ചിത്രത്തിലില്ലാതെ പോകുന്നത് എന്നുകൂടി പറയേണ്ടി വരും. നമ്മുടെ ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാതൃകാപരമായി ഇടപെടാൻ കഴിയുന്ന ഇന്ത്യയുടെ പാരമ്പര്യം നോക്കിയാൽ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ശ്ലാഘനീയമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യൻ നയതന്ത്ര രംഗത്തെയും ഇന്ത്യൻ വിദേശ രംഗത്തിൻ്റെയും ഒരു ചരിത്രപരമായ ഒരു അബദ്ധത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ലോകത്തെ രക്ഷിക്കാനുള്ള ഒരു വഴി ഉടനെ തന്നെ ഉരുത്തിരിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.